Jai Hind and welcome back to NCC CADETS Visual Training. I am Third Officer JAYESH, AN of St. Joseph Higher Secondary School, PERAVOOR under 1 Kerala Artillery Battery NCC THALASSERY. ഇത് 11ാമത്തെ മൊഡ്യൂളാണ്. 11ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക സിവിൽ ഡിഫൻസിനെ കുറിച്ചാണ്. യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സായുധ സേനയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പൗരസേന അഥവാ സിവിൽ ഡിഫൻസ്. ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിലെ പൗരന്മാർക്കും ചില ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ NCCയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് യുദ്ധം നടക്കുമ്പോൾ പൗരസേനയുമായി ബന്ധപ്പെട്ട് സിവിൽ ഡിഫൻസുമായി ചെയ്യാനുള്ളത് എന്നും ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 11ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കുക സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡ്യൂട്ടീസ്. പൗരന്മാരുടെ യുദ്ധകാല സംഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ പൗരന്മാരുടെ യുദ്ധകാലത്തുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുമാണ്. ഇൻട്രൊഡക്ഷൻ. ദി എയിം ഓഫ് വാർ ഈസ് ടു ഫോഴ്സ് ദ നാഷണൽ വിൽ ഓൺ ദി എനിമി. തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ ശത്രുവിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ പരമമായ ലക്ഷ്യം. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ക്രിപ്ലിംഗ് ഹിസ് കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് വാർ by demoralizing the population, destruction of production potential and rupturing of communication. അതായത് എതിരാളിയുടെ പ്രതിരോധ ശക്തി ഇല്ലാതാക്കിക്കൊണ്ടും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടും രാജ്യത്തിൻ്റെ ഉൽപാദന സ്രോതസ്സുകൾ നശിപ്പിച്ചും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയും ശത്രുക്കൾ പരസ്പരം വിജയിക്കാൻ ശ്രമിക്കുന്നു. To minimize the suffering caused by the war, it is necessary to take civil defense measures. യുദ്ധകാലത്തുണ്ടാകുന്ന കഷ്ടതകൾ കുറയ്ക്കുന്നതിന് പൊതുജനങ്ങളും നേതൃത്വങ്ങളും സംഘടനകളും പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ കൈക്കൊള്ളേണ്ടതുണ്ട്. എയിം ടു അക്വയർ ദ കേഡറ്റ്സ് അബൌട്ട് സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡ്യൂട്ടീസ്. ഈ മൊഡ്യൂളിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേഡറ്റ്സിൽ സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ പൗരന്മാരുടെ യുദ്ധകാല സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പൗരന്മാരുടെ യുദ്ധകാല ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രിവ്യൂ. ഈ മൊഡ്യൂളിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 സിവിൽ ഡിഫൻസ്, പാർട്ട് 2 ഓർഗനൈസേഷൻ അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, പാർട്ട് 3 സിവിൽ ഡിഫൻസ് സർവീസ്. പാർട്ട് 1 സിവിൽ ഡിഫൻസ് പൗരന്മാരുടെ യുദ്ധകാല സംഘടന, പാർട്ട് 2 ഓർഗനൈസേഷൻ അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ജില്ലാതലത്തിലുള്ള സംഘടന, പാർട്ട് 3 സിവിൽ ഡിഫൻസ് സർവീസ് പൗരന്മാരുടെ യുദ്ധകാല സേവനങ്ങൾ എന്തൊക്കെയാണ്. പാർട്ട് 1 സിവിൽ ഡിഫൻസ്. ഇറ്റ് ഈസ് എ മെഷർ അഡോപ്റ്റഡ് ബൈ ദ സിവിലിയൻ പോപ്പുലേഷൻ, ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ബോഡീസ് ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻ എക്സെട്ര. പൊതുജനങ്ങൾ, വിവിധ സർക്കാരുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ യുദ്ധസമയത്ത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന മുൻകരുതലുകളാണ് സിവിൽ ഡിഫൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡിഫൻസ് ഓഫ് ദ സിറ്റിസൺ ബൈ ദ സിറ്റിസൺ. ചുരുക്കി പറഞ്ഞാൽ പൊതുജനങ്ങളാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധ സേന. സിവിൽ ഡിഫൻസ് മെഷേഴ്സ്. പൗരപ്രതിരോധ സേനയിൽ എന്തെല്ലാം മുൻകരുതലുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ഈ 3 മുൻകരുതലുകളാണുള്ളത്. ഒന്ന് പ്രൊട്ടക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, സംരക്ഷണവും പ്രതിരോധവും. സെക്കൻഡ് വൺ കൺട്രോൾ മെഷേഴ്സ്, നിയന്ത്രണ നടപടികൾ. തേർഡ് വൺ റീസ്റ്റോറേറ്റീവ് മെഷേഴ്സ്, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ. അവയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. പ്രൊട്ടക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, സംരക്ഷണവും പ്രതിരോധവും. ടേക്കൺ ബിഫോർ ആൻ എയർ റെയ്ഡ്, വ്യോമാക്രമണത്തിന് മുമ്പ് ചെയ്യേണ്ട നടപടികൾ. ഡിസ്പേഴ്സൽ ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഇൻഡസ്ട്രീസ്, കാമോഫ്ലേജ്, പ്രിപ്പറേഷൻ ഓഫ് ഷെൽട്ടർ, വാർണിംഗ് ആൻഡ് ട്രെയിനിങ് എക്സെട്ര. ജനക്കൂട്ടവും സ്ഥാപനങ്ങളെയും പിരിച്ചുവിടുക, ഒളിത്താവളങ്ങൾ, രക്ഷാകേന്ദ്രങ്ങൾ എന്നിവ തയ്യാറാക്കുക, മുന്നറിയിപ്പും രക്ഷപ്പെടാനുള്ള പരിശീലനങ്ങളും നൽകുക എന്നുള്ളതാണ് പ്രൊട്ടക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൺട്രോൾ മെഷേഴ്സ്, നിയന്ത്രണ നടപടികൾ. ടേക്കൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റെയ്ഡ്. വ്യോമാക്രമണം നടന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിക്കഗ്നൈസൻസ്, റിപ്പോർട്ടിംഗ് ഓഫ് ഡാമേജ് ആൻഡ് അൺഎക്സ്പ്ലോഡഡ് ബോംബ്സ്, റെസ്ക്യൂ ഓഫ് കാഷ്വാലിറ്റീസ്, കൺട്രോൾ ഓഫ് സർവീസസ്, ക്ലിയറൻസ് ഓഫ് ഡെബ്രിസ് ആൻഡ് എക്സ്റ്റിങ്ക്യൂഷിംഗ് ഓഫ് ഫയർസ്. റെക്കനസൻസ്, സൈനിക രംഗങ്ങൾ നിരീക്ഷിക്കുക. റിപ്പോർട്ടിംഗ് ഓഫ് ഡാമേജ് ആൻഡ് അൺഎക്സ്പ്ലോഡഡ് ബോംബ്സ്, കേടുവന്നതും പൊട്ടാത്തതുമായ ബോംബുകളെക്കുറിച്ചുള്ള വിവരം അറിയിക്കുക.
റെസ്ക്യൂ ഓഫ് കാഷ്വാലിറ്റീസ്, അത്യാഹിതം സംഭവിച്ചവരെ രക്ഷിക്കുക. കൺട്രോൾ ഓഫ് സർവീസസ്, പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. ക്ലിയറൻസ് ഓഫ് ഡെബ്രിസ് ആൻഡ് എക്സ്റ്റിങ്ക്വിഷിംഗ് ഓഫ് ഫയർസ്, സ്ഫോടനം മൂലമുണ്ടായിട്ടുള്ള അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുക, അഗ്നി കെടുത്തുക. ഇവയൊക്കെയാണ് കൺട്രോൾ മെഷേഴ്സിൽ, നിയന്ത്രണ നടപടികളിൽ വരുന്നത്. ലാസ്റ്റ് വൺ, റിസ്റ്റോറേറ്റീവ് മെഷേഴ്സ്, പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെസസറി ആഫ്റ്റർ ആൻഡ് എയർ റെയ്ഡ്, വ്യോമാക്രമണം കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. ഫീഡിംഗ്, പ്രൊവൈഡിംഗ് ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്, സാൽവേജ് ഓഫ് പ്രോപ്പർട്ടി, ഡിസ്പോസൽ ഓഫ് ഡെഡ്, ഡിസ്പോസൽ ഓഫ് അൺഎക്സ്പ്ലോഡഡ് ബോംബ്സ്, കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് കണ്ടാമിനേഷൻ, റിപ്പയർ ഓഫ് ഡാമേജസ് കോസ്ഡ് ടു യൂട്ടിലിറ്റി സർവീസസ് എക്സെട്ര. അതായത് ഫീഡിംഗ്, പ്രൊവൈഡിംഗ് ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവ നൽകുക. സാൽവേജ് ഓഫ് പ്രോപ്പർട്ടി, നഷ്ടാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുക. ഡിസ്പോസൽ ഓഫ് ഡെഡ്, മനുഷ്യരുടേതും മൃഗങ്ങളുടേതും ഉൾപ്പെടെ മൃതശരീരങ്ങൾ സംസ്കരിക്കുക. ഡിസ്പോസൽ ഓഫ് അൺഎക്സ്പ്ലോഡഡ് ബോംബ്സ്, വിക്ഷേപണത്തിൽ പൊട്ടാതിരുന്ന ബോംബുകൾ നിർവീര്യമാക്കി നശിപ്പിക്കുക. കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് കണ്ടാമിനേഷൻ, മാലിന്യങ്ങൾ നശിപ്പിച്ച് പകർച്ചവ്യാധികൾ വരാതെ നിയന്ത്രിക്കുക. റിപ്പയർ ഓഫ് ഡാമേജസ് കോസ്ഡ് ടു യൂട്ടിലിറ്റി സർവീസസ്, അവശ്യവസ്തുക്കളുടെ കേടുപാടുകൾ പരിഹരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് റിസ്റ്റോറേറ്റീവ് മെഷേഴ്സിൽ, പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വരുന്നത്. അടുത്തത് പാർട്ട് 2, ഓർഗനൈസേഷൻ അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, ജില്ലാതലത്തിലുള്ള സംഘടനകൾ. ഇൻ എ ഡിസ്ട്രിക്ട്, ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് അതോറിറ്റി ഓൺ സിവിൽ ഡിഫൻസ്. ജില്ലാ മജിസ്ട്രേറ്റിനാണ് ഒരു ജില്ലയിലെ സിവിൽ ഡിഫൻസിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം. സിവിൽ സർജൻ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, PWD എഞ്ചിനീയർ, പബ്ലിസിറ്റി ഓഫീസേഴ്സ് എക്സെട്ര ആർ അപ്പോയിന്റഡ് ബൈ ഹിം ആസ് ഇൻ ചാർജ് ഓഫ് വേരിയസ് സിവിൽ ഡിഫൻസ് സർവീസസ്. സിവിൽ സർജൻ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, PWD എഞ്ചിനീയർ, പബ്ലിസിറ്റി ഓഫീസേഴ്സ് പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സിവിൽ ഡിഫൻസ് പ്രവർത്തനങ്ങൾക്കുള്ള നേതൃത്വം നൽകുന്നതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു നൽകുക എന്നുള്ള കടമയാണ് ജില്ലാ മജിസ്ട്രേറ്റ് നിർവഹിക്കേണ്ടത്. He constitutes an advisory committee out of the people possessing qualities of leadership and discipline. അതുകൂടാതെ നേതൃത്വഗുണവും അച്ചടക്കവുമുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപദേശക സമിതിയെയും ജില്ലാ ജഡ്ജി രൂപീകരിക്കും. അടുത്തത് പാർട്ട് 3, സിവിൽ ഡിഫൻസ് സർവീസ്, പൗരസേനയുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റ് ലോക്കൽ ലെവൽ, ദ വേരിയസ് എക്സിസ്റ്റിംഗ് ഏജൻസീസ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് സ്യൂട്ടബിൾ സിവിൽ ഡിഫൻസ് സർവീസസ്. പ്രാദേശിക മേഖലകളിൽ പൗരസൈനിക സേവന നിർവഹണം നടത്തുക നിലവിൽ ലഭ്യമായിട്ടുള്ള വ്യത്യസ്ത ഏജൻസികളായിരിക്കും. ദ വേരിയസ് സിവിൽ ഡിഫൻസ് സർവീസസ്, വ്യത്യസ്ത സിവിൽ ഡിഫൻസ് സർവീസ് ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹെഡ്ക്വാർട്ടേഴ്സ് സർവീസ്. ദിസ് സർവീസ് വർക്ക്സ് അണ്ടർ കൺട്രോൾ ഓഫ് സിവിൽ ഡിഫൻസ്. സിവിൽ ഡിഫൻസിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഹെഡ്ക്വാർട്ടേഴ്സ് സർവീസ് പ്രവർത്തനങ്ങൾ നടത്തുക. നെക്സ്റ്റ് വൺ, വാർഡൻസ് സർവീസ്, എ ലിങ്ക് ബിറ്റ്വീൻ ദ പബ്ലിക് ആൻഡ് ദി അതോറിറ്റീസ്. പൊതുജനങ്ങളെയും ഭരണാധികാരികളെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി വാർഡൻ സർവീസ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് വൺ, ഫയർ ഫൈറ്റിംഗ് സർവീസ്, ഡിറ്റക്ട് സ്മോൾ ഫയേഴ്സ് ആൻഡ് പുട്ട് ഔട്ട് ദ സെയിം. യുദ്ധം മൂലമുണ്ടാകുന്ന ചെറിയ അഗ്നിബാധകൾ കണ്ടെത്തുകയും അവ കെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഫയർ ഫൈറ്റിംഗ് സർവീസിൻ്റെ ഉത്തരവാദിത്വം. നെക്സ്റ്റ് വൺ, കാഷ്വാലിറ്റി സർവീസസ്, റെൻഡറിംഗ് ഫസ്റ്റ് എയ്ഡ് ഓൺ ദ സ്പോട്ട്, പ്രൊവൈഡിംഗ് ട്രാൻസ്പോർട്ട് ടു കാഷ്വാലിറ്റീസ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ്, സെൻഡ് വേരിയസ് കാഷ്വാലിറ്റീസ് ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ്. യുദ്ധമേഖലകളിൽ ഫസ്റ്റ് എയ്ഡ് എത്തിക്കുക, അത്യാഹിതം സംഭവിച്ചവർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങൾ നൽകുക, വ്യത്യസ്ത അത്യാഹിത വിഭാഗങ്ങളെ കൂടുതൽ ചികിത്സയ്ക്കായി അയക്കുക. ഇവയാണ് കാഷ്വാലിറ്റി സർവീസിൻ്റെ ഉത്തരവാദിത്വം. കമ്മ്യൂണിക്കേഷൻ സർവീസസ്, റിസെപ്റ്റ് ആൻഡ് ഡിസമിനേഷൻ ഓഫ് എയർ റെയ്ഡ് വാർണിംഗ്, പ്രൊവിഷൻ ഓഫ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വാർഡൻ പോസ്റ്റ്, കൺട്രോൾ സെൻറ്റേഴ്സ് ത്രൂ മെസ്സഞ്ചേഴ്സ് ഓർ ടെലഫോൺ എക്സെട്ര. വ്യോമാക്രമണ സന്ദേശം സ്വീകരിക്കുകയും അവ യഥാസ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക, സന്ദേശങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, കൺട്രോൾ സെൻറ്ററുകളും വാർഡൻ പോസ്റ്റുകളും വഴിയുള്ള സന്ദേശ കൈമാറ്റങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ഇവയാണ് കമ്മ്യൂണിക്കേഷൻ സർവീസസിൻ്റെ ഉത്തരവാദിത്വങ്ങൾ. നെക്സ്റ്റ് വൺ, ട്രെയിനിങ് സർവീസസ്, റെസ്പോൺസിബിൾ ടു ട്രെയിൻ ദ നെസസറി സ്റ്റാഫ് ഇൻ ദ സിവിൽ ഡിഫൻസ് ഡ്യൂട്ടീസ്. പൗരസേനയിലുള്ളവർക്ക് കൃത്യമായ പരിശീലനം നൽകുക എന്നുള്ളതാണ് ട്രെയിനിങ് സർവീസസിൻ്റെ ചുമതല. അടുത്തത് റെസ്ക്യൂ സർവീസസ്,
to rescue the injured and personnel trapped under the debris. പരിക്കേറ്റവരെയും കെട്ടിടങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും രക്ഷിക്കുക എന്നുള്ളതാണ് റെസ്ക്യൂ സർവീസസിൻ്റെ ചുമതല. നെക്സ്റ്റ്, വെൽഫെയർ സർവീസസ് സപ്ലൈ ഇൻഫോർമേഷൻ അബൌട്ട് മിസ്സിംഗ് ആൻഡ് ഡെഡ് എക്സെട്ര ടു പ്രൊവൈഡ് ഷെൽട്ടർ, ഫുഡ് ആൻഡ് ക്ലോത്തിങ് ആൻഡ് ടു അറേഞ്ച് ഇവാക്വേഷൻ ഫ്രം വൾണറബിൾ ഏരിയാസ്. വെൽഫെയർ സർവീസസിൻ്റെ ചുമതല എന്ന് പറയുന്നത് മരിച്ചവരെയും കാണാതായവരെയും കുറിച്ചുള്ള സന്ദേശങ്ങൾ നൽകുക, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇവ നൽകുക, ദോഷപൂർണമായ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളതുമാണ്. നെക്സ്റ്റ് വൺ, ഡീപോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസസ് സെൻഡ് വേരിയസ് സർവീസസ് ടു ദ സീൻ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് പ്രൊവൈഡ് നെസസറി ട്രാൻസ്പോർട്ട് റിക്വയർഡ് ഫ്രം ടൈം ടു ടൈം. സംഭവ മേഖലകളിലേക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കുക, സമയാസമയങ്ങളിൽ ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളവയാണ് ഡീപോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസസിൻ്റെ ചുമതല. അടുത്തതാണ് സാൽവേജ് സർവീസ്, ടു സാൽവേജ് ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി ആൻഡ് കീപ് ഇറ്റ് ഇൻ എ സേഫ് കസ്റ്റഡി. നഷ്ടാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ചുമതല നിർവഹിക്കേണ്ടത് സാൽവേജ് സർവീസസ് ആണ്. നെക്സ്റ്റ് വൺ, കോപ്സ് ഡിസ്പോസൽ സർവീസ് ഫോർ കളക്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ്. കോപ്സ് ഡിസ്പോസൽ സർവീസിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മൃതശരീരങ്ങൾ കണ്ടെത്തി ശേഖരിക്കുകയും അവ തിരിച്ചറിയുകയും കൃത്യസമയത്ത് സംസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് സപ്ലൈ സർവീസ് ഫോർ പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് പ്രിക്വയറിംഗ് നെസസറി എക്യുപ്മെൻറ്റ്സ്. സപ്ലൈ സർവീസസിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ആവിഷ്കരിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമായ ഉപകരണങ്ങൾ സംഭരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് റിപ്പയർ ആൻഡ് ഡിമോളിഷൻ പാർട്ടീസ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ കെയർ ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത് റിപ്പയർ ആൻഡ് ഡിമോളിഷൻ പാർട്ടീസിൻ്റെ ഉത്തരവാദിത്വമാണ്. All these services will be coordinated by the headquarters services working under the direct control of Civil Defence Controller. സിവിൽ ഡിഫൻസ് കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് സർവീസസ് ആയിരിക്കും ഈ സേവനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക. NCC can help the civil defense by helping them in welfare services and message services. NCCയെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ സർവീസസിലും മെസ്സേജ് സർവീസസിലും സിവിൽ ഡിഫൻസിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതോടുകൂടി ഈ ക്ലാസ് സമാപിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.